എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ ബാംഗ്ലൂരായിരുന്നു. ലൈക്ക് ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിലാണ് വളരെ യാദൃശ്ചികമായിട്ട് ലഹരി അവൻ്റെ ലൈഫിൽ കയറി വന്നാൻ കാരണം ഇതാണ്. ഇപ്പം പലരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ഇതടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കൂടും, നമ്മൾ ഭയങ്കര സ്മാർട്ട്നെസ് കൂടും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എന്നാൽ പിന്നെ അതൊന്ന് അഡിക്കണമല്ലോ എന്ന് കരുതിയിട്ട് വൺ ടൈം യൂസ് ചെയ്തു. പിന്നീട് അത് അഡിക്ഷനായി മാറി. പിന്നീട് അവന് ക്രിക്കറ്റും ഇല്ല, ഗ്രൗണ്ടും ഇല്ല, കളിയും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനൊരു അവസ്ഥയിലായപ്പം സ്വാഭാവികമായിട്ടും ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ അവൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, ബാംഗ്ലൂർ തന്നെയുള്ള അവൻ്റെ ഒരു ഫ്രണ്ട് അവനെ ജിമ്മിലേക്ക് വിളിച്ചു, ലൈക്ക് ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്രയും അഡിക്ഷനുള്ള ഒരാൾ അത് പോയില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്യും. അങ്ങനെ അവൻ കട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും ഇവനെ അട്രാക്റ്റ് ചെയ്തത് നമ്മൾ ഓരോ വർക്കൗട്ട് കഴിഞ്ഞാലും രാത്രി നമ്മളൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ സാധനം അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇവനിത് പോവും. പക്ഷേ ഈ സുഹൃത്ത് എന്നുള്ളത്, ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥമായിരുന്നു. കാരണം ഈ ചങ്ങാതി ഇവൻ ഈ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതിനിടയിൽ നമ്മൾ ഇപ്പം രഞ്ജിത്ത് മാഷൊക്കെ ഇവിടെയുണ്ട്, UIC ഒക്കെ ടീമുണ്ട്, അവർക്കറിയാം വർക്കൗട്ട് എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഈ ലഹരിക്ക് കട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം അവൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ്